2026 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് റേഷൻ വിതരണത്തിലുൾപ്പെടെ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഏപ്രിൽ മാസം മുതൽ. നിലവിൽ നമുക്കറിയാം ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുകൾക്ക് അധിക മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ മാസം ഒരുപാട് BPL റേഷൻ കാർഡുകൾ സർക്കാർ വിതരണം ചെയ്തിരുന്നു. അവർക്ക് ഏപ്രിൽ മാസം മുതൽ സൗജന്യ റേഷനും ലഭ്യമായിട്ട് തുടങ്ങും. ആളൊന്നിന് 4 കിലോ വീതം അരി, അതോടൊപ്പം തന്നെ 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് സൗജന്യമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇനി അത് മാത്രമല്ല, നിലവിൽ BPL റേഷൻ കാർഡ് ആകുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പദ്ധതികളിലേക്ക്, അതായത് സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതുക്കിയ ഇന്ധന വിലവർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വരും. നിലവിൽ LPG സിലിണ്ടറിൻ്റെ വിലവർദ്ധനവ് അല്ലെങ്കിൽ നിലവിലുള്ള നിരക്കിലെ മാറ്റങ്ങളാണ് ഏപ്രിൽ മാസം 1-ാം തീയതി പ്രതീക്ഷിക്കാവുന്നത്. ഗാർഹിക ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തീയതി കൂടിയാണ് ഏപ്രിൽ മാസം 1-ാം തീയതി. നിലവിൽ ഒരുപാട് വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ലിമിറ്റുകൾ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ 45, നഗരപ്രദേശങ്ങളിൽ 35, ഈ ഇടവേളകളെല്ലാം പിന്നിട്ട ശേഷം മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, നിലവിൽ 922 എന്ന നിരക്കിലെത്തിയിരിക്കുന്ന ഈ LPG സിലിണ്ടറിൻ്റെ വില ഏപ്രിൽ മാസം 1-ാം തീയതി പരിഷ്കരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും വിവിധ മേഖലകളിലുള്ളവർക്കെല്ലാം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടാകും. ഇനി മുതൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുന്നവർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, 25 ലീഫുള്ള ചെക്ക് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, ATM കാർഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. നിലവിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഇത്തരത്തിൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുന്നതിന് സാധിക്കുകയുമുള്ളൂ. എങ്കിലും നമുക്ക് ലിമിറ്റ് ഉണ്ടാകും. 4 ട്രാൻസാക്ഷനുകൾ വരെയായിരിക്കും ATM വഴിയൊക്കെ നമുക്ക് സാധ്യമാവുക. ഒരുപാട് നിയന്ത്രണങ്ങളുള്ള അക്കൗണ്ടാണ് എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകേണ്ട എല്ലാ സേവനങ്ങളും പക്ഷേ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പണമിടപാടുകളിൽ കർശനമായിട്ടുള്ള മാറ്റങ്ങൾ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുകയാണ്. അതായത് 10 ലക്ഷത്തിന് മുകളിൽ ഒരു സാമ്പത്തിക വർഷം ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. പിന്നീട് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇനി ഇത് മാത്രമല്ല, മുൻപുണ്ടായിരുന്ന നിയമങ്ങളിൽ മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. 5 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ മാത്രം ഇനി പാൻ കാർഡ് കൊടുത്താൽ മതിയാകും. ഇനി അത് മാത്രമല്ല, 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് ഇനി കൊടുത്താൽ മതിയാകും. മുൻപിത് 10 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല മാറ്റങ്ങൾ ഇനി വരുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക്, ബാങ്കിലെ നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് പ്രധാന മാനദണ്ഡമാണ്. ഇനി പാൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, പാൻ കാർഡിന് ഇനി അപേക്ഷ വയ്ക്കുമ്പോൾ ആധാർ കാർഡ് മാത്രം മതിയാവില്ല. നമ്മളുടെ ജനന തീയതി തെളിയിക്കുന്നതിന് വാലിഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാന രേഖ സമർപ്പിക്കണം. പാസ്പോർട്ടോ, ഡ്രൈവിംഗ് ലൈസൻസോ, വോട്ടേഴ്സ് ID കാർഡോ, SSLC സർട്ടിഫിക്കറ്റോ, ഇങ്ങനെയുള്ള സാധുവായിട്ടുള്ള പ്രധാന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കണം. അതുമാത്രമല്ല, നമ്മളുടെ ആധാറിലെ പേരും മറ്റ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നമ്മൾ പാൻ കാർഡ് സമർപ്പിക്കുന്നതും ഡേറ്റയിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ അപേക്ഷ റിജക്റ്റ് ആവും എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, UPI പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പല ആപ്ലിക്കേഷനും, ഫോൺ പേ, ഗൂഗിൾ പേ, ആമസോൺ പേ, ATM പോലുള്ള പല ആപ്ലിക്കേഷനിലും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, അതായത് നമ്മുടെ UPI പിൻ മാത്രമല്ല മറ്റൊരു ബയോമെട്രിക് അപ്ഡേഷൻ കൂടി എനേബിൾ ചെയ്യാൻ ആരംഭിക്കുകയാണ്. പിന്നീട് ആ സംവിധാനങ്ങൾ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പണമിടപാടുകൾ നടത്തുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണം ഉറപ്പുവരുത്തുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഇനി ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് ആദായ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. മുൻപ് ഡെബിറ്റ് കാർഡ് വഴി മാത്രമൊക്കെയായിരുന്നു ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഡെബിറ്റ് കാർഡുകൾ നമ്മുടെ കൈവശമുണ്ടാകും. വിദേശ ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടെ 1 ലക്ഷം രൂപയിൽ മുകളിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ അതും ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽപ്പെടും. കൃത്യമായിട്ട് നമ്മളുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാനും സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.